മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുകയാണ്. സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാ, സ്വഹാബാ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഏറ്റവും വലിയ വഅലേതെന്നറിയോ സ്വഹാബാ? സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും അന്തം വിട്ടിരിക്കുകയാ. എന്തേ റസൂലുള്ളാഹിന്റെ മുമ്പിലെന്ന് പറയാൻ പറ്റുന്നത്? ഏത് കാര്യമാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്നത്? സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് മുഴുവനും മദീന പള്ളിയിൽ ഇരിക്കുന്ന മദീനയുടെ മണിമുത്തിന്റെ പൂമുഖത്തേക്ക് നോക്കുകയാ. എല്ലാവരും അന്തം വിട്ടിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, ദുനിയാവിന്റെ പുറത്തുകൂടെ മനുഷ്യന്മാര് കടന്നു പോകുമ്പോ അവനിക്ക് നിസ്കരിക്കാൻ പറ്റണോ? അവന് നോമ്പ് നോക്കാൻ പറ്റണോ? മുതിർന്നവരെ ബഹുമാനിക്കാൻ പറ്റണോ? പാവപ്പെട്ടവന്റെ കണ്ണുനീര് ഒപ്പാൻ പറ്റണോ? പടച്ച തമ്പുരാൻ അവനിക്ക് കൊടുത്തുപോയ സമ്പത്ത് അത് പടച്ചവന്റെ മാർഗത്തിൽ അവനിക്ക് കൊടുക്കാൻ പറ്റണോ? എന്താണ് ഏറ്റവും നല്ല വഅലെന്നറിയോ? അത് മരണമാ. മരിക്കുമെന്നുള്ള ചിന്ത ഹൃദയത്തിലൂടെ കൊണ്ടുവരലാണ്. ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ വാപ്പമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നിവിടെ വന്നിരിക്കുമ്പോ നിങ്ങളെ മനസ്സുകൊണ്ട് കരുതിയിട്ടുണ്ടോ? അല്ലാ, ഇന്നിവിടെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുമെന്ന് പറയാ ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാർക്ക് ധൈര്യമുണ്ടോ? പടച്ചവരെ, ഇവിടെ വാഴ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുവോ? എന്റെ ഭാര്യയെ കാണുവോ? എന്റെ മക്കളെ കാണുവോ? എന്റെ പ്രിയപ്പെട്ടവരെ കാണുവോ? എന്റെ ഉമ്മയെ കാണുവോ? എന്റെ ബാപ്പയെ കാണുവോ എന്നെനിക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം എന്തെന്നറിയുമോ? ഇന്നല്ലാഹ ഇൻദഹു ഖിയാമത്ത് നാളെപ്പോഴാണ് സംഭവിക്കുക എന്ന് അത് പടച്ച തമ്പുരാനിക്കല്ലാതെ പറയാൻ പറ്റൂല. അല്ലാഹുവേ, പിന്നീട് അവിടെ പറയുന്നത് അല്ലാഹ് ഗർഭാശയത്തിന്റെ അകത്തട്ടിലുള്ള കുട്ടിയെ പറ്റിയിട്ടാണ്. അതാണാണോ? അത് പെണ്ണാണോ? അത് ജീവനോടെ പുറത്തു വരുവോ? അത് മരണപ്പെട്ടിട്ടാണോ പുറത്തു വരുന്നത് എന്നെല്ലാം അറിയുന്നത് അല്ലാഹുവാ. വമാ തദ്രീ മാദാ തക്സിബു ഗദാ. നാളെ നീ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ? അതറിയുന്നത് റബ്ബാണ്. പടച്ച തമ്പുരാനിക്കല്ലാതെ ഒന്നും തന്നെ പറയാൻ പറ്റൂലല്ലോ. ഇന്നിവിടെ ഇരിക്കുന്ന വാപ്പമാരുടെ ഉള്ളില് നിന്നുകൊണ്ട് ദിവസങ്ങളോളം, ഈ 9 ദിവസങ്ങളോളം അവിടെ നിന്നുകൊണ്ട് വഅദ് കേട്ട, അല്ലാഹു ആരോഗ്യം തന്ന മസിൽ പവറുള്ള എന്റെ ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, മോനെ, നാളെ നീ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഉമ്മയെ കാണുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ബാപ്പയെ കാണുമെന്ന് പറയാൻ പറ്റുമോ? നിന്റെ 5 വയസ്സുള്ള, നിന്റെ 6 വയസ്സുള്ള, നിന്റെ 7 വയസ്സുള്ള മക്കളുടെ മുമ്പില് നിനക്ക് പോകാൻ പറ്റുമെന്ന് പറയാൻ നിനക്ക് കഴിയോ? വമാ തദ്രീ മാദാ തക്സിബു ഗദാ. നാളെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് പടച്ച തമ്പുരാനിക്കല്ലേ അറിയോ? പിന്നെയോ നീ എവിടെയാണ് മരിക്കുന്ന എന്ന് പറയാൻ നിനക്ക് കഴിയില്ല. അത് പടച്ച തമ്പുരാനിക്കേ കഴിയുള്ളൂ. ഒരു പക്ഷേ കരയിൽ നിന്ന് കടന്നു വന്ന എന്റെ മയ്യത്ത് കിൽത്താനിന്റെ മണ്ണിലാണ് കബറടക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാ, നിങ്ങൾക്ക് മനസ്സിലാക്കാ, എന്നെ പടച്ച തമ്പുരാനും മണ്ണെടുത്തത് ഈ കിൽത്താൻ ദ്വീപിന്റെ മണ്ണിൽ നിന്നാണ്. എത്ര ആളുകൾ ഹജ്ജിന് പോയിട്ട് വിട പറഞ്ഞല്ലോ, എത്ര ആളുകളുടെ മയ്യത്ത് കരയിൽ കബറടക്കിയല്ലോ.
ഉണ്ടല്ലോ, നമ്മൾ എന്താണ് മനസ്സിലാക്കാനുള്ളത്? അവനെ പടക്കാ അവിടെ പടച്ച തമ്പുരാന് മണ്ണെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവന്റെ ഖബറവിടെയാ. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, സ്വഹാബാ നിന്റെ ഖൽബ് നന്നാക്കാ നിനക്ക് കഴിയണോ ചെറുപ്പക്കാരാ? ഉദ്കുരിൽ മനിയ, നീ അതാ നാളെ നീ ഇല്ല എന്ന് കരുതുക, നിന്റെ മക്കളെ കാണില്ല എന്ന് കരുതുക, നിന്റെ ഉമ്മയെ കാണില്ല എന്ന് കരുതുക. നിങ്ങൾക്കറിയുമോ, മഹാനായ സ്വഹാബത്തായിരുന്നല്ലോ മഹാനരായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചു, സ്വഹാബാ എല്ലാവരും ഒന്ന് കടന്നു വരുവോ? സ്വഹാബാ സ്വഹാബത്ത് മുഴുവനും കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുകയാണ്. സ്വഹാബത്ത് പറയുന്നുണ്ടല്ലോ, സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബാ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങണം സ്വഹാബാ. ഈ യുദ്ധത്തില് എന്റെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ഷഹീദായ അടുത്ത ആരാണ് കൊടിപിടിക്കേണ്ടെന്ന് എന്നറിയോ? എന്റെ ജഅഫറാ. എന്റെ ജഅഫറും ഷഹീദായാൽ ഇന്ന സ്വഹാബിയാ എന്ന് പറയുമ്പോ തന്നെ ജഅഫർ തങ്ങൾക്കുറപ്പാട് ഈ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരില്ല എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാണല്ലോ. അവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി യാത്ര ചോദിക്കാ മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ടവളുടെ, തന്റെ താങ്ങായിരുന്ന, തന്റെ തണലായിരുന്ന, എത്ര വലിയ സങ്കടമായാലും കൂടെ ചേർന്നിരുന്ന തന്റെ പ്രിയപ്പെട്ടവളെ കണ്ട് യാത്ര പറയാ. തന്റെ അരുമ മക്കളെ മടിയിലിരുത്തിയിട്ട് ആ മക്കളുടെ കവിൾത്തടത്തില് തുരുതുരാ മുത്തം കൊടുത്തിട്ട് യാത്ര പറയാ. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പടച്ചവനേ, അങ്ങനെ കടന്നു വന്നിട്ട് പ്രിയപ്പെട്ടവളോട് പറയുന്ന, പെണ്ണേ മക്കളെ ഒന്നൊരുക്കുമോളെ, എന്റെ മക്കളെ നല്ലതുപോലെ ഞാനൊന്ന് കണ്ടോട്ടെ പെണ്ണേ. കുരുന്ന മക്കളെ ഒരുക്കുകയാണ്. അല്ലാഹുവേ, മക്കളെ കുളിപ്പിച്ച് ഒരുക്കിക്കൊണ്ട് കടന്നു വരുമ്പോഴും ആ മക്കളെ കാണാൻ എന്ത് ചേലാണെന്നറിയോ? ആ മക്കളെന്ത് രസമാണെന്നറിയോ? പ്രിയപ്പെട്ടവള് മക്കളെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട്, എന്റെ പെങ്ങളെ പഠിച്ചോ, പൊന്നാര മക്കളെ ഒരുക്കിയിട്ട് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാ. ആ സമയത്ത് അവിടുന്ന് ജഅഫർ തങ്ങള് പ്രിയപ്പെട്ട പുന്നാര മക്കളെ വിളിക്കുകയാണ്. പൊന്നുമക്കളെ പിടിച്ചിട്ട് തുരുതുരാ കവിളത്തു മുത്തം കൊടുക്കുകയാണ്. കവിൾ തടത്തിലൂടെ കണ്ണുനീരിറ്റി വരികയാണ്. കാരണം എന്തെന്നറിയോ? ഇന്നിവിടുന്ന് പൊന്നുമക്കളുടെ കവിൾ തടത്തിൽ മുത്തം കൊടുത്ത് തിരിച്ചു പോയാ ഇനി തിരിച്ചു വരൂലെന്ന് ജഅഫർ തങ്ങൾക്കുറപ്പാ. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയാട്, മോളെ യുദ്ധത്തിന് വേണ്ടിയിട്ട് കടന്നു പോവുകയോ, യുദ്ധത്തിന് വേണ്ടിയിട്ട് കടന്നു പോവുകയോ എന്ന് പറഞ്ഞ് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ തിരിഞ്ഞു നോക്കുകയാണ്. ആരെയാണ് തിരിഞ്ഞു നോക്കുന്ന എന്നറിയോ? പ്രിയപ്പെട്ട കുരുന്ന മക്കളെയാണല്ലോ, പ്രിയപ്പെട്ട പുന്നാര മക്കളെയാണല്ലോ. എന്തേ കാരണമെന്നറിയോ? റസൂലുള്ള പറഞ്ഞത്, എന്റെ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായ ഇനി അടുത്ത സ്വഹാബിയാണെന്ന് പറയുമ്പോ ഈ യുദ്ധത്തിൽ ഷഹീദാകുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് മഹാനായ ജഅഫർ തങ്ങള് അവിടെ കണ്ണു മറയുന്നത് വരെ പുന്നാര മക്കളെ തിരിഞ്ഞു നോക്കി യുദ്ധത്തിന് വേണ്ടിയിട്ട് കടന്നു പോവുകയാണ്. അല്ലാ
മിൽത്താൻ ദ്വീപിന്റെ മണ്ണില് പടച്ച റബ്ബേ വളരെ പെട്ടെന്ന് ഓടി വന്നിട്ട് ആദ്യം തന്നെ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് ആവേശത്തോടെ ഓടി വരുന്ന എന്റെ പൊന്നുമ്മമാരെ കേട്ടോ. ഏതായാലും ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്കറിയാ അവിടെ നിന്ന് സീസൺ കടന്ന് വന്നാലോ ഭർത്താവ് പോയാ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ മത്സ്യബന്ധനം നടത്തിയിട്ട് കൊടുത്തിട്ട് വരുമ്പോ അന്ന് നല്ല ഭക്ഷണം കൊടുക്കണമല്ലോ, നല്ല വെള്ളം കൊടുക്കണമല്ലോ, നല്ലതുപോലെ അവരെ നോക്കണമല്ലോ. പ്രവാസിയായ മക്കൾ വന്ന, പ്രവാസിയായ ഭർത്താവ് വന്ന, എല്ലാം ഒരുക്കി വെക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. അല്ലാഹുവേ അവിടുന്ന് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ എന്നത്തേക്കാൾ കൂടുതൽ മാവെടുക്കുകയാണ്. എന്തിനെന്നറിയോ? തന്റെ ഭർത്താവ് യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരാൻ സമയമായല്ലോ. അതുകൊണ്ട് അവിടുന്ന് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തന്റെ പ്രിയപ്പെട്ടവനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മാവ് കുഴച്ചിട്ട് കാത്തിരിക്കുന്നല്ലോ. പൊന്നാര മക്കളെ കുളിപ്പിച്ചല്ലോ, പൊന്നുമക്കളെ കുളിപ്പിച്ച് ഒരുക്കിയല്ലോ. തന്റെ ഭർത്താവൊന്ന് മടങ്ങി വരുമ്പോ നല്ല കോലത്തിരു മക്കളെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പുന്നാര മക്കളെ ഒരുക്കിയിട്ട് പ്രിയപ്പെട്ടവര് ഒരുങ്ങി നിൽക്കുമ്പോ ഭർത്താവിനെ കാത്തുനിന്ന പെണ്ണിന്റെ മുമ്പില് ഒരു സലാമെന്ന് കേൾക്കുകയാണ്. പെട്ടെന്ന് സലാമടക്കിയിട്ടൊരു മറയുടെ പിന്നിൽ നിന്ന് നോക്കുമ്പോ അതാരെന്നറിയോ? ലോകത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല നബി തങ്ങളെ കയറിയിരിക്കൂ നബിയേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കടന്നിരിക്കുകയാ. ആ വീടിന്റെ അകത്തട്ടിലൊന്ന് കടന്നിരിക്കുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ വളരെ മയത്തോടെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എനിക്കൊരു കാര്യം അറിയണം നബിയേ. എന്റെ പ്രിയപ്പെട്ട ജഅഫർ ബിൻ അബീ ത്വാലിബ് എവിടെ? യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാൻ സമയമായല്ലോ. എവിടാന്ന് പറയോ? ആ സമയത്ത് അവിടെ നിന്ന് റസൂലുള്ള തിരിച്ചൊന്നും പറയാതെ ചോദിക്കുന്നു, അസ്മാ പുന്നാര മക്കളെവിടെ? അസ്മാ മക്കളെവിടെ? അസ്മാ പുന്നാര മക്കള് മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന മക്കളോട് പറയാ, മക്കളെ ഓടിച്ചല്ലേ, അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ ഇങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ട്, അവരെ ഒരുക്കിയിട്ടുണ്ട്, ഓടി വരുന്നുണ്ട്. എവിടെ എന്നറിയോ? ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പില് ഈ കുരുന്ന മക്കളെ വന്നപാട് അല്ലാഹുവിന്റെ റസൂല പൊന്നുമക്കളുടെ തലയില് ഇങ്ങനെ തടകുന്ന കാണുമ്പോ തന്നെ അസ്മാ ബീവിക്ക് കാര്യം മനസ്സിലായല്ലോ. അനാഥ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് തടകിയാൽ എത്ര മുടിയാണോ ആ തടകുന്നവന്റെ കയ്യിൽ സ്പർശിക്കുന്നത് അത്രത്തോളം പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് പറയുമ്പോ അസ്മാ ബീവിക്ക് ഉറപ്പായി, ഇനി ജഅഫർ വരൂല, ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എവിടെ നബിയേ എന്റെ ജഅഫർ എവിടെന്ന് പറയാവോ? ആ സമയത്ത് പറഞ്ഞു, മോളെ അസ്മാ, ജഅഫർ സ്വർഗത്തില് പാറി പറക്കുന്നുണ്ട്. അസ്മാ, അസ്മാ ബീവിയുടെ കണ്ണു നിറയുകയാണ്. തന്റെ ഭർത്താവിന് ഉടണ്ടാക്കി വെച്ച റൊട്ടിയാട്, തന്റെ ഭർത്താവിന് വേണ്ടി എടുത്തു വെച്ച മാവാ. ഇവിടെ എന്താണ് മനസ്സിലാക്കാനുള്ളതെന്നറിയോ? ഇന്ന് കാണുന്നവരെ നാളെ കാണൂല, നാളെ കാണുന്നവരെ അടുത്ത സെക്കൻഡിൽ കാണൂല. ഇനി ഒരു പക്ഷേ
ഈ കിൽത്താനിന്റെ മണ്ണിലേക്ക് ആശിക്കെന്നെ വിളിക്കുന്നു ഉസ്താദ്, ഒരു റബീഇന്റെ പ്രഭാഷണമുണ്ട്, വരാൻ പറ്റുമോ എന്ന് വിളിച്ചാൽ ഒരു പക്ഷേ എന്റെ മൊബൈൽ റിംഗ് ചെയ്താൽ അതെടുക്കുന്നത് ഞാനാകൂല. 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാണോ എന്ന് പറയാൻ ഷമീർ ധാരിമിക്കവിടന്ന് കഴിയൂലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, ഇന്നത്ര സ്നേഹം തന്നവരാട്, എത്ര ഇഷ്ടം തന്നവരാട്, എത്ര വാത്സല്യം തന്നവരാട്. എന്ത് വേണോ തരാമെന്ന് പറഞ്ഞു കൂടെ വന്ന ചെറുപ്പക്കാരാണല്ലോ. ഒരു സമയത്ത് വിളിക്കുമ്പോ റിങ്ങുണ്ടെങ്കിലും എടുക്കുന്നത് ആരെങ്കിലും ആയിരിക്കുമല്ലോ. അതുകൊണ്ട് കൂട്ടുകാരാ, ഈ ദുനിയാവ് ചതിയാ. വറളൂ ബിൽ ഹയാത്തി ദുനിയാ വതുമഅന്നു ബിഹാ. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ ചതിയിലവൻ പെട്ടിരിക്കുകയാണ്. ഈ ദുനിയാവ് കഴിഞ്ഞിട്ടൊരു ജീവിതമില്ലല്ലോ, ഈ ദുനിയാവ് കഴിഞ്ഞിട്ടൊരു ജീവിതമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദുനിയാവിന്റെ ആഭാസരത്തിന്റെ അലോസരതയുടെ ആഴക്കടലിലൂടെ ആണ്ടുപോകാമെന്ന് പറയുന്നവരെ, എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, ഇത് പറയുമ്പോഴെന്റെ പൊന്നുമക്കൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. മോനെ, അല്ലാഹു നിനക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, അല്ലാഹു നല്ല തന്റെ ഇടം തന്നിട്ടുണ്ട്, അല്ലാഹു നല്ല മസിൽ പവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും മരിക്കൂലല്ലോ, ഇനിയും എനിക്ക് ഒരുപാട് കൊല്ലം ജീവിച്ചിരിക്കാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന യുവാക്കളെ, അടുത്ത സെക്കൻഡില് നീ ഖബറിലാണ് ചെറുപ്പക്കാരാ. ഇതോർക്കാൻ നമ്മളെ കൊണ്ട് കഴിയണമല്ലോ. നീ തന്നെ വന്ന് ചിന്തിച്ചു നോക്ക. വഴിയോരത്തു നിൽക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, നിന്നെ പോലെ മസിൽ പവർ ഉണ്ടായിരുന്ന, നിന്നെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന, നിന്നെ പോലെ തടിമെടുക്കുണ്ടായിരുന്ന എത്രയോ ചെറുപ്പക്കാര് പടച്ചവന്റെ പള്ളിയുടെ ഖബർസ്ഥാനില് ഇന്നാറടി മണ്ണിലല്ലേ ചെറുപ്പക്കാരാ. എത്ര യുവാക്കളെ കൊണ്ടുവന്ന് ഖബറടക്കിയടാ നമ്മള്. എന്നിട്ടും എന്തേ നമുക്കൊരു ചിന്ത വരാത്തത്? എത്ര നിന്റെ കൂട്ടുകാര് കൊണ്ടുവന്നിട്ട് പച്ചമണ്ണിൽ വെച്ചിട്ട് മിൻഹാ ഖലഖനാകോ വഫീഹാ നുഈദുകോ വമിൻഹാ നുഖ്രിജുകോ താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞിട്ട് പിടിമണ്ണ് വാരിയിട്ട് ചെറുപ്പക്കാരാ. എന്നിട്ടും എന്തേ നിന്റെ മനസ്സിനൊരു മാറ്റം വരാത്തത്? എന്നിട്ടും എന്തേ നീയൊന്ന് നന്നാകാത്തത്? എന്നിട്ടും എന്തേ പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിനക്ക് എവിടെയാണോ നിസ്കരിക്കാൻ പറ്റുന്നത് അവിടെ വന്ന് നിനക്ക് നിസ്കരിക്കാൻ കഴിയാത്തതെന്തേ? നിനക്കെന്തുകൊണ്ട് കഴിയുന്നില്ല? അതുകൊണ്ടാണ് അവിടെ നലീബനാത്തെന്ന് പറയുന്ന ചുറുചുറുക്കുള്ള 23 വയസ്സുള്ള കോടിക്കണക്കാന സമ്പത്തുള്ള ചെറുപ്പക്കാരനോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന 20, 21, 22, 23, 26 വയസ്സുള്ള എന്റെ പൊന്നുമോന്, എന്റെ പൊന്നുപെങ്ങളെ പഠിച്ചുകൊള്ളുക. അലീബനാത്ത് രോഗം വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി. മോനെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. 3 മാസമേ ജീവിച്ചിരിപ്പുള്ളവെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു വേദനയില്, ആ ഒരു സങ്കടത്തില് അലീബനാത്തെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുമ്പോ പെട്ടെന്ന് ആരോ വിളിച്ചു പറയുകയാണ്, എടാ അലീബനാത്തേ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന, നിന്റെ തോളത്ത് കൈയിട്ട് കൊണ്ട് നടന്നിരുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, അവന് രോഗങ്ങളില്ലായിരുന്നല്ലോ, അവന് സങ്കടമില്ലായിരുന്നല്ലോ, അവന് ക്യാൻസർ ഇല്ലായിരുന്നല്ലോ, അവൻ അറ്റാക്ക് ഇല്ലായിരുന്നല്ലോ. എന്റെ പൊന്നുമോനെ, അവൻ അവിടെ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. കേട്ടപാടെ ക്യാൻസർ എന്ന് പറയുന്ന രോഗമുള്ള 23 വയസ്സുള്ള അലീബനാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാ, കൊണ്ടുവന്ന് ഖബറടക്കാ. എല്ലാം കഴിഞ്ഞിട്ട് ഖബറിന്റെ ചാരയിരിക്കുമ്പോ ആ പള്ളിയിലെ ആലിമായ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ? എല്ലാവരും അങ്ങ് പിരിഞ്ഞല്ലോ, നീ മാത്രം എന്തുകൊണ്ട് ഖബറിന്റെ ചാരത്തിരുന്നിട്ട് കരയുന്നത്?
പറഞ്ഞത്. അലീബനാത്ത് എന്ന് പറയുന്ന 23 വയസ്സുള്ള ചെറുപ്പക്കാരെ പറഞ്ഞു എന്തെന്നറിയോ? അന്ന് കിൽത്താൻ ദ്വീപിന്റെ മണ്ണിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുകൂട്ടുകാരാ, ഞാൻ നിങ്ങളെ സ്നേഹത്തോടെയായി വിളിക്കുന്നത്. 23 വയസ്സുള്ള ചെറുപ്പക്കാർ അവരോട് പറഞ്ഞ ഒരേ ഒരു വാക്കേ ഉള്ളൂ, റബ്ബിന്ന് എനിക്ക് രോഗം തന്നിട്ടുണ്ട്. 3 മാസത്തെ അവധിയാണ് ഡോക്ടർമാര് പറഞ്ഞത്. എങ്കിലോ ഒരു രോഗങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത എന്റെ കൂട്ടുകാർ ഇന്നാരുടെ മണ്ണിലേക്കൊന്ന് കടന്നു പോയെങ്കിൽ അല്ലാഹുവേ, ഇതിന്റെ ഉള്ളില്, ഈ 3 മാസത്തിന്റെ ഉള്ളില് അല്ലാഹു എന്നെ തിരിച്ചു വിളിക്കില്ലെന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പോകട്ടെ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കോടിക്കണക്കാന സമ്പത്തുകൾ മുഴുവനും എടുത്തിട്ട് പാവപ്പെട്ട ഭക്ഷണത്തിന് വകയില്ലാതെ അല്ലാഹുവേ മണ്ണ് വാരി കടിച്ചുകൊണ്ട് നടക്കുന്ന പാവപ്പെട്ട ആഫ്രിക്കയിലെ മക്കൾക്ക് തന്റെ സമ്പത്ത് മുഴുവനും കൊണ്ടു കൊടുക്കാ അലീബനാത്ത് എന്ന് പറയുന്ന 23 വയസ്സുള്ള ചെറുപ്പക്കാരന് മാനസാന്തരം വരാൻ കാരണം എന്തെന്നറിയോ? നാളെ ഞാനില്ലല്ല അല്ലാ, നാളെ മരിച്ചാൽ ആര് റബ്ബേ എനിക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്യുന്നത്? എന്റെ ഖബറിന്റെ ഉള്ളിൽ എനിക്കല്ലേ, ഞാനല്ലേ ചെയ്യാനുള്ളത്? എന്റെ മക്കൾ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ? പാപ്പാ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ഭാര്യ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ? നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അത്. അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ പറ്റണോ? ഉദ്കുറുൽ മനിയാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.